കുറിച്ചും കളയെക്കുറിച്ചുള്ള വലിയ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് തന്നെ ഇന്നും നിയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. സ്തോത്രം. ചതിയും ഉപയോഗിക്കുന്ന ശത്രുവിൻ്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കി സ്തോത്രം. കൊയ്ത്ത് അവസാനം വരെ, കൊയ്ത്തിന് കാലമുണ്ട്, സഭ എടുക്കപ്പെടുന്ന കാലം വരെ ഇതെല്ലാം സംഭവിക്കുമെന്ന് അത് വ്യക്തമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിപ്പിച്ചല്ലോ. സ്തോത്രം. തുടർന്ന് ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ബലത്തോടെ ആയിരിക്കാൻ, പലതും കണ്ട് ക്ഷീണിച്ചു പോകാതെ അതേ കർത്താവ് ഇതെല്ലാം വെച്ചിരിക്കുന്നു. കളയെ കണ്ട് ഭാരപ്പെട്ടു പോകാതെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ കർത്താനാത്മാവ് നമ്മൾ ഈ നാളുകൾ കൂടുതലായി സഹായിക്കട്ടെ. ജോയിൻ ചെയ്ത് എല്ലാവർക്കുമായി സ്തോത്രം ചെയ്ത്, പ്രത്യേകമായി ജോണച്ചനായി സ്തോത്രം ചെയ്ത് മകളുടെ വിവാഹ ഭംഗിയായി നടന്നെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചു. കർത്താവ് സഹായിക്കട്ടെ. മറ്റെല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് എല്ലാ സമയം കർത്താദാസനെ അതേപോലെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും ഈ രാത്രിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യം കൂടെ പഠിക്കാൻ കർത്താവ് നമുക്ക് തന്ന സന്ദർഭത്തെയും സാവകാശത്തെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തും. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മള് ഉപമയുടെ രണ്ടാമത്തെ ഉപമയെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വിളയെയും കളയെയും കുറിച്ച് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പഠിച്ചപ്പോൾ ശത്രു യജമാനൻ അല്ലെങ്കിൽ വിതച്ചവൻ ഉറങ്ങിയ സമയത്ത് ശത്രു വിളയുടെ ഇടയിൽ അല്ലെങ്കിൽ നമുക്കറിയാം വിത്തിന്റെ ഇടയിൽ കള വിതച്ചു എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ഇനി വിതയ്ക്കപ്പെട്ട കള എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകും. കള എന്ന വാക്കിന്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അവിടെ വായിക്കുന്ന ആ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ, ഗ്രീക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദം സിസാനിയൻ എന്ന പദമാണ്. സിസാനിയൻ എന്ന വാക്കാണ് കള എന്നതിന് തിരുവഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗോതമ്പിനോട് സാമ്യമുള്ള ഇരുണ്ട ധാന്യമണി എന്നാണ്. ഗോതമ്പിനോട് സാമ്യമുള്ള ഇരുണ്ട ധാന്യമണി. സിസാനിയാൻ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ഗോതമ്പല്ല, പക്ഷെ കണ്ടാൽ ഗോതമ്പാണെന്ന് തോന്നിപ്പോകും. ഗോതമ്പിനോട് സാമ്യമുള്ളതാണ്. അപ്പൊ ഇവിടെ പലസ്തീനിൽ ആ കാലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നെല്ല് കൃഷി ചെയ്യുന്നത് പോലെ, നെല്ല് വിതച്ച് കൊയ്തെടുക്കുന്നത് പോലെ തന്നെ പാലസ്തീനിലും അല്ലെങ്കിൽ ഇസ്രായേലിലും ഗോതമ്പാണ് പ്രധാനമായ അവരുടെ കൃഷി എന്ന് പറയുന്നത്. എല്ലാ കർഷകരും കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും ഗോതമ്പാണ്. ഗോതമ്പ് മണിയോട് സാദൃശ്യമായി എന്ന് പറഞ്ഞാൽ അതിനോട് വളരെ സാമ്യമുള്ള ഒരു ഇരുണ്ട ധാന്യമണിയെയാണ് കള എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശങ്ങളിൽ തങ്ങളുടെ ശത്രുക്കളുടെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെയും വയലിൽ കളയും അതുപോലെ തന്നെ വിഷവിത്തും വിതയ്ക്കുക എന്നതൊരു സാധാരണ സംഭവം. ഒരാളോട് ഒരു പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാളോട് വെറുപ്പും വിദ്വേഷവും കൊണ്ട് അത് തീർക്കുന്ന പലപ്പോഴും ചെയ്യുന്ന സന്ദർഭമാണ് അവരുടെ കൃഷിയിടത്തിൽ അവര് വിതച്ച ഗോതമ്പിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? കള വിതയ്ക്കുക എന്നുള്ളത്. അത് ഗോതമ്പിനോട് സാമ്യമായി അല്ലെങ്കിൽ കണ്ടാൽ ഒറ്റയടിക്ക് കണ്ടാൽ ഗോതമ്പാണെന്നേ തോന്നുകയുള്ളൂ. അതിന്റെ കളറിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നതേ. അതുകൊണ്ട് ഒരാൾക്കൊരാളോട് വിരോധമുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യാനായിട്ട് പൗരസ്ത്യ ദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് അവര് വിതച്ച വിതയ്ക്കകത്ത് കള എന്ത് ചെയ്യുക, വിതയ്ക്കുക എന്നുള്ളത്. അങ്ങനെ പ്രതികാരം ചെയ്യുന്ന ഒരു സമ്പ്രദായം ആ യേശു ഇതൊക്കെ പറയുന്ന കാലഘട്ടങ്ങളിൽ പൗരസ്ത്യ ദേശങ്ങളിൽ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇപ്പൊ വളരുമ്പോൾ അപ്പൊ ഈ കള ഗോതമ്പിനോട് സാമ്യമുള്ള ഇരുണ്ട ഒരു
തന്നെയാണ് ഈ കള എന്ന് പറയുന്നത്. ഇത് ഗോതമ്പിന്റെ കൂടെ അല്ലെങ്കിൽ ഗോതമ്പിന്റെ ഇടയിൽ വിതച്ചാല് ഗോതമ്പ് വളരുമ്പോൾ അത് ഗോതമ്പ് പോലെ തോന്നിപ്പിക്കും, അല്ലെങ്കിൽ തോന്നിക്കുന്നതാണ് ഇതിന്റെ വളർച്ച എന്നും പറയുന്നത്. ഇത് വളർന്നു വന്നാലും ഗോതമ്പിന്റെ ചെടിയാണെന്ന് എന്ത് ചെയ്യത്തുള്ളൂ, തോന്നുകയുള്ളൂ. പക്ഷെ അത് ഒറിജിനൽ ഗോതമ്പല്ല. ഈ ധാന്യം വളർന്ന് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ അതിന്റെ നീളമുള്ള കതിരുകളും അതിൽ കറുത്ത വിഷമുള്ള മണികളുമായിരിക്കും ഉണ്ടായിരിക്കും. അതിന് ഫലമൊക്കെ എടുക്കുന്ന സമയമാകുമ്പോഴാണ് അതിനകത്തെ ഫലം ഒരുതരം കറുത്ത, നമുക്കറിയാം ഗോതമ്പിന്റെ കളർ കറുപ്പല്ലല്ലോ, ഗോതമ്പിന്റെ ഒരു ഗോൾഡൻ കളറാണല്ലോ. ഈ കളയുടെ വളർച്ച ഗോതമ്പിനൊപ്പം തന്നെയാണ് വളരുന്നത്. കണ്ടാൽ ഗോതമ്പാണെന്നേ പറയുള്ളൂ. പക്ഷെ ഇത് പൂവിട്ട് അത് ഫലമായി തീരുന്ന സന്ദർഭത്തിൽ മാത്രമേ ഇത് തിരിച്ചറിയാനായിട്ട് കഴിയൂ. അതിന്റെ ആ ധാന്യം ഇതിനകത്തായിരിക്കുന്നത് ഒരു കറുത്ത കളറാണ്. അതുപോലെ തന്നെ ഇത് വിഷമുള്ളതാണ്. ഇത് കഴിച്ചാൽ മനുഷ്യന് മരണം വരെ എന്ത് ചെയ്യും, സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അതുകൊണ്ടാണ് ശത്രുക്കൾ തങ്ങൾക്ക് വിരോധമുള്ള ആളുകളോട് ചെയ്യുന്ന ഒരു പ്രതികാരമാണെന്ത്, ഗോതമ്പിനിടയിൽ ഇപ്രകാരമുള്ള കള വിതയ്ക്കുക എന്ന് പറയുന്നു. ആ സംഭവത്തെ തന്നെയാണ് കർത്താവ് ഇവിടെ സാദൃശീകരിച്ചുകൊണ്ട് തന്റെ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പ്രസ്താവിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കള വിതയ്ക്കപ്പെടുന്ന കളങ്ങളുണ്ട്. കള വിതയ്ക്കപ്പെടുന്ന കളങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏതൊക്കെ കളങ്ങളിലാണ് ശത്രു കള വിതയ്ക്കുന്നത് എന്നും തിരുവെഴുത്ത് പറയുന്നു. നമുക്കത് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭയോടുള്ള ബന്ധത്തിൽ കളകൾ വിതയ്ക്കപ്പെടുന്നത് സഭയുടെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ചുമതലകൾക്കകത്ത് തന്നെയാണ്. നമുക്കറിയാം, ലേഖനം 4-ന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ കർത്താവ് സഭയ്ക്ക് തന്നിരിക്കുക. എന്തിനാണ് നമുക്കറിയാം, ഞാൻ ആ വാക്യം വേണമെന്ന് വായിച്ചു കേൾപ്പിക്കാൻ. ഇങ്ങനെയാണ് വാക്യം ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ നിയമനം? ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷക വൃന്ദത്തെ സഭയ്ക്ക് എന്തിനാണ് കർത്താവ് നൽകി തന്നിരിക്കുന്നത് എന്നതാണ് അടുത്ത വാക്യത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ 5 വിധ ശുശ്രൂഷക വൃന്ദത്തിന്റെ മിനിസ്ട്രി അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അപ്പം ശുശ്രൂഷക വൃന്ദത്തെ 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ കർത്താവ് തന്നിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭയുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ആത്മീക വർധനവിന് വേണ്ടി. അപ്പോൾ ഈ ശുശ്രൂഷക വൃന്ദങ്ങൾക്കകത്താണ് പിശാച കള വിതയ്ക്കപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ ശുശ്രൂഷക വൃന്ദത്തിനകത്ത് കള വിതച്ച് ആ കള വളർന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം, ശുശ്രൂഷകന്മാർ ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ആത്മീക വളർച്ചയ്ക്കായിട്ട് ശുശ്രൂഷിക്കേണ്ട ആളുകള് സഭയുടെ പരാജയത്തിനും തകർച്ചയ്ക്കുമായിട്ട് ശുശ്രൂഷിക്കുന്നവരായി തീരും കള വിതയ്ക്കപ്പെട്ട് കഴിയും. ഇപ്പൊ പിശാച് നോക്കിക്കേ, ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി, വലിയ ആയുധം എന്ന് പറയുന്നത് സഭയെ വളർത്തേണ്ടവരെ കൊണ്ട് തന്നെ സഭയെ തളർത്തി കളയാനായിട്ട് പരിശ്രമിക്കും. സഭയുടെ പുരോഗതി അല്ലെങ്കിൽ സഭയുടെ വളർച്ച കൊണ്ടുപോകേണ്ട നേതൃത്വ നിരയെ കൊണ്ട് തന്നെ സഭയെ എന്ത് ചെയ്യുക, തകർക്കുക എന്നത് പിശാചിന്റെ പദ്ധതിക്കകത്ത് കിടക്കുന്ന വലിയ കാര്യമാണ്. അപ്പം പിശാച് സഭയുടെ പതനത്തിനു വേണ്ടി, സഭയുടെ വളർച്ചയില്ലാതാകാൻ വേണ്ടി, സഭയെ തകർത്ത് കളയാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പിശാച് കള വിതയ്ക്കുന്നത് സഭയുടെ ശുശ്രൂഷക വൃന്ദങ്ങൾക്കകത്ത് തന്നെയാണ്. അത് തെളിവിലേക്ക് നമുക്ക് വരാം. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നാട്ടെ.
2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ഞാൻ ആ വാക്യം വായിക്കാം. വാക്യം ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. ഇത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. അപ്പം 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ കുറിച്ച് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിൽ ആദ്യത്തെ ശുശ്രൂഷക വൃന്ദം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്. അപ്പം നോക്കിക്കേ, ഈ അപ്പോസ്തലന്മാരുടെ ആ ശുശ്രൂഷക വൃന്ദത്തിന് ഇടയ്ക്ക് പിശാച് കള വിതച്ചിരിക്കുകയാണ്. യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ ഇടയിൽ കള വിതച്ച് അതിനെ വളർത്തിയിട്ട് യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ ഇടയിൽ കള്ള അപ്പോസ്തലന്മാരെ വളർത്തിക്കൊണ്ടുവരികയാണ് പിശാച്. ആണോ? അപ്പം അവന്റെ പദ്ധതി എത്ര നമുക്കറിയാം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തനങ്ങളാലും വചനത്തെ ശക്തമായിട്ട് ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷക വൃന്ദമാണ് അപ്പോസ്തോലിക് മിനിസ്ട്രി. അപ്പൊ നോക്കിക്കേ, ഈ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പിശാചിന്റെ കളയായിരിക്കുന്ന കള്ള അപ്പോസ്തലന്മാരെ പിശാച് വിതച്ചു കഴിഞ്ഞാൽ ഈ അപ്പോസ്തലന്മാര് അത്ഭുതങ്ങളും നടത്തും, അടയാളങ്ങളും നടത്തും, വീര്യപ്രവൃത്തികളും അവരുടെ കയ്യിൽ നടത്തും. അപ്പൊ അതിന്റെ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലൂടെ നടക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് സഭയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കുമാണ്. എന്നാൽ കള്ള അപ്പോസ്തലന്മാരെ ഉപയോഗിക്കുമ്പോൾ അത് സഭയെ വളർത്താനല്ല, സഭയെ തളർത്താനാണ്. അവരുടെ കയ്യിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾക്കകത്ത് പൈശാചിക പ്രവൃത്തിയാണ്. അവരുടെ കയ്യിലൂടെ നടക്കുന്ന അടയാളങ്ങൾക്കകത്ത് പിശാചിന്റെ ലക്ഷ്യങ്ങളും പിശാചിന്റെ ഉദ്ദേശങ്ങളുമാണ്. വചനത്തെ ഉറപ്പിക്കേണ്ട സ്ഥാനത്ത് വചനത്തെ ദുർബലമാക്കുകയാണ് ഈ കള്ള അപ്പോസ്തലന്മാരിലൂടെ പിശാച് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇന്നത്തെ സഭയുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക ഗണത്തെ നമ്മൾ വളരെ വിവേചനത്തോടെ തിരിച്ചറിയേണ്ടതായിരിക്കും. എല്ലാം യഥാർത്ഥ അപ്പോസ്തലന്മാരല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കള്ള അപ്പോസ്തലന്മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ച് പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എഫെസോസ് സഭയ്ക്കുള്ള അല്ലെങ്കിൽ എഫെസോസ് സഭ അവരെ കർത്താവ് പ്രകീർത്തിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പേര് പറഞ്ഞു വന്ന കള്ള അപ്പോസ്തലന്മാരെ സഭ എന്ത് ചെയ്തു? പരീക്ഷിച്ചറിഞ്ഞു. അവര് പരീക്ഷിച്ച് അപ്പോസ്തലന്മാരല്ലാത്തവരെ തിരിച്ചറിഞ്ഞു. സഭയുടെ ദൗത്യമാണത്. യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ് ഏതെങ്കിലും വിധത്തിൽ കള്ളനാണയങ്ങൾ ശുശ്രൂഷയ്ക്കകത്തൂടെ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് വന്നാൽ അവരെ തിരിച്ചറിയേണ്ടത് ദൈവജനത്തിന്റെ ആത്മീയ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞത്, ഇങ്ങനെ തിരിച്ചറിയാനുള്ള കൃപയും തിരിച്ചറിയാനുള്ള കൃപാവരങ്ങളും ഒന്നും പ്രാപിച്ച ദൈവമക്കളല്ല ഈ കാലഘട്ടത്തിലെ ദൈവജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് കള്ളൻ കയറി വന്നാലും അവരുമായിട്ട് ഒരുമിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ സഭകളുടെ നിലവാരം എന്ന് പറയും. അതുകൊണ്ട് കള്ളനാണയങ്ങൾക്ക് നന്നായിട്ട് അവരുടെ പ്രവൃത്തി ചെയ്യാനുള്ള സുവർണ അവസരങ്ങൾ എവിടെ ലഭിക്കുന്നു? ദൈവജനത്തിന്റെ മധ്യത്തിൽ ഇന്ന് ലഭ്യമാണ്. യഥാർത്ഥമായി ശുശ്രൂഷിക്കുന്നവരെ ഇന്ന് അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളായിരിക്കും. കള്ള നാണയങ്ങൾക്ക്, കള്ള അപ്പോസ്തലന്മാർക്ക്, അല്ലെങ്കിൽ ഇനി പ്രവാചകന്മാരാണെങ്കിൽ പോലും കള്ളപ്രവാചകന്മാർക്ക് വേദി കെട്ടി ഒരുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാകുമ്പോൾ ഓർക്കുക, ഇതെല്ലാം എന്തിനാണ്? സഭയുടെ പതനത്തിനാണ്. ഇത് സഭയുടെ വളർച്ചയെയും സഭയുടെ നിലനിൽപ്പിനെയും ദൈവജനത്തിന്റെ ആത്മീക വളർച്ചയെയും ചുവടെ നുള്ളിക്കളയുക എന്നുള്ളതാണ്
പിശാചിന്റെ ആത്യന്തികമായ ലക്ഷ്യവും ഉദ്ദേശവും എന്ന് പറയുന്നത്. അതുകൊണ്ട് പിശാച് കള വിതയ്ക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിശാച് കള വിതയ്ക്കുന്ന കളം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കളം അപ്പോസ്തോലിക വൃന്ദങ്ങൾക്കകത്താണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ അപ്പോസ്തലന്മാരുടെ ഇടയിൽ കള്ള അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ഒരുപാട് പേരെടുത്ത് അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ വന്ന ചരിത്രം, സഭാചരിത്രം വായിച്ചാൽ പഠിച്ചാൽ നമുക്ക് കാണാൻ. ആ കാലഘട്ടത്തിലെ സഭ അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ പോലും ചോദ്യം ചെയ്യിപ്പിച്ചായിരുന്നു പിശാച്. പെരുന്തലേഖനമൊക്കെ വായിക്കുമ്പോൾ അത് പൗലോസ് സമർത്ഥിക്കുന്നുണ്ട്, പറയുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയേ, യഥാർത്ഥ അപ്പോസ്തലനെ അപ്പോസ്തലനല്ലെന്ന് പറയിപ്പിക്കുകയും കള്ള അപ്പോസ്തലന്മാർ യഥാർത്ഥ അപ്പോസ്തലന്മാരാന്ന് പറയിപ്പിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ് ഇവിടെ തുടക്കം മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭയുടെ ചരിത്രത്തിനകം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അപ്പോൾ എത്രത്തോളം അപകടം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മിനിസ്ട്രി. നമ്മൾ സഭയുടെ ശുശ്രൂഷകന്മാരായിട്ടൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ വളരെയധികം ബോധപൂർവം എപ്പോഴും ജാഗരൂകരായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മധ്യത്തിലേക്ക് ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുപക്ഷെ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാകാം, അല്ലെങ്കിൽ വന്നു കയറുന്നവരാകാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികൾ ആരെങ്കിലും അവരുടെ ബന്ധത്തിൽ വിളിക്കുന്നതാകാം. പക്ഷേ ഇത് കള്ളനാണയമാണോ, കള്ളനാണോ, യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷകനാണോ എന്നൊക്കെ തിരിച്ചറിയാതെ നമ്മൾ ശുശ്രൂഷിപ്പിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ കളത്തിനകത്ത് കള വിതച്ചേച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, മടങ്ങിപ്പോകുന്നത്. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെ 10 മിനിറ്റ് ശുശ്രൂഷിക്കാൻ കിട്ടിയാൽ മതി, അവര് യഥാർത്ഥ കളത്തിനകത്ത് യഥാർത്ഥ ഗോതമ്പിനിടയ്ക്ക് കള വിതച്ച് ചെന്ന് പോയി കളയും. വിതയ്ക്കപ്പെട്ടു, അതവിടെ കിടന്ന് കിളിർക്കും, അതവിടെ കിടന്ന് വളരും. പക്ഷെ ഫലം ആകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിനെ തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, സാധ്യമാകത്തുള്ളൂ. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. അതിപ്രധാനമായൊരു കാര്യമാണ് ഈ 2ാമത്തെ ഉപമയ്ക്കകത്തൂടെ കർത്താവ് പറയുന്നത്. ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ശുശ്രൂഷകന്മാരായിരിക്കുന്നത് എനിക്കറിയാം, ഇതിനകത്ത് ഉള്ളതിൽ ബഹുഭൂരിപക്ഷം സഭയുടെ ചുമതലക്കാരായ ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ എത്ര നാളെ ശുശ്രൂഷിക്കുന്നു? 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലോ, ഇപ്പോഴത്തെ പല വിവാഹസമയം ദീർഘവർഷങ്ങളൊക്കെ ഇരിക്കുന്ന ആളുകൾ. നമ്മൾ ഓർക്കുക, നമ്മൾ ശുശ്രൂഷിക്കുന്ന കാലയളവ് ആ സഭയുടെ കാവൽക്കാരനാണ് നമ്മൾ. ആ ആടുകളെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്. ആ കളത്തെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതിരുന്നാൽ ഇതുപോലെയുള്ള ആളുകളെ പിശാച് നമ്മുടെ ഇടയിലേക്ക് അയച്ച് കള വിതറുകയെ ചെയ്യും. കള വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കള അല്ലെങ്കിൽ ആ വിതയ്ക്കപ്പെട്ട കളയുടെ വിത്തിനെ പറക്കാനും പറ്റുകയില്ല, വളർന്നു വന്നാൽ അതിനെ പറിക്കാനും പറ്റില്ല. പറിച്ചാല് നല്ല വിത്ത് മൂടോടെ പറയും. അതാ കർത്താവ് പറഞ്ഞത്. കൊയ്ത്ത് വരെ അത് വളർന്നു പോകുകയല്ലാതെ മറ്റു പോംവഴിയില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടം, നമ്മെ ഏൽപ്പിച്ച സഭ, അതിനകത്ത് കള വിതയ്ക്കപ്പെടാതിരിക്കാൻ എത്രത്തോളം കരുതലോടും ജാഗരൂകരായും നമ്മുടെ മിനിസ്ട്രി ചെയ്യണമെന്നുള്ളത് കർത്താവ് ഈ ഉപമയ്ക്കകത്തൂടെ നമ്മെ എന്ത് ചെയ്യുക, ഓർപ്പിക്കുക. അപ്പൊ നമ്മുടെ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചെറുതല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സഭയിലെ 3, 4, 5 കൊല്ലം ഇരുന്ന് ഉപജീവനം കഴിച്ച് അടുത്തടത്തേക്ക് കടന്നു പോകുക എന്നൊരു ആത്യന്തിക ലക്ഷ്യമായി ഇന്ന് പലർക്കും ഉള്ളത്. നമുക്കറിയാം, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, 4 കൊല്ലം തേക്കുക അല്ലെങ്കിൽ 3 കൊല്ലം തേക്കുക, കിട്ടുന്ന സാമ്പത്തിക സാധ്യതകൾ മാക്സിമം ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുക. നമ്മളും രാഷ്ട്രീയക്കാരെ പോലെ ഒരു പാർട്ടിക്കകത്ത് കൊണ്ട് കുറെ സമ്പാദിച്ചു കഴിയുമ്പോൾ പിടിക്കപ്പെടുമ്പോൾ എന്താണ്, അടുത്ത പാർട്ടിക്കകത്തേക്ക് പോകുക. എന്തിനു വേണ്ടിയാ? അടുത്ത പാർട്ടിയിൽ പോകുന്നത് നാട് നന്നാക്കാനോ അല്ലെങ്കിൽ പാർട്ടി നന്നാക്കാനോ അല്ല. അവർക്ക് സമ്പാദിക്കണം, അവർക്ക് ജീവിക്കണം, അവർക്ക് നേടണം, അവർക്ക് അധികാരം വേണം. അതേ
ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഭക്തദാസന്മാരുടെ മിനിസ്ട്രിയിലെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കർത്താവ് ഇതൊക്കെ നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന കാര്യം, നമ്മിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിന്റെ ഗൗരവം മറന്നു പോകരുത്. നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന, അതുകൊണ്ടല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ പൗലോസിന്റെ മിനിസ്ട്രി നമ്മൾ പഠിച്ചാലേ, പൗലോസിന്റെ ചിന്തകളൊക്കെ നമ്മളൊന്ന്, അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടൊന്ന് പഠിച്ചാൽ, ഒരു ദേശത്ത് ഒരു സഭയെ താൻ സ്ഥാപിച്ചാൽ തന്റെ ദൗത്യം പിന്നെ അവിടെ ഒരിക്കലും തീർന്നു എന്നല്ല പൗലോസ് പറയുന്നത്. താൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾക്ക് വേണ്ടി മുട്ടിപ്പായി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. 2, ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ സന്ദർശിക്കുകയാണ്. 3, അവരുടെ പോരായ്മകൾ നികത്താനായിട്ട് ഓടിച്ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ കത്തെഴുതി കൊടുത്തു വിടുക. എഴുത്തുകളിലൂടെ, ലേഖനങ്ങളിലൂടെ, കത്തുകളിലൂടെ അവരുടെ പോരായ്മകളെ നികത്താനായിട്ട് താൻ പരിശ്രമിക്കുക. എന്തിനാ ഇതെല്ലാം ചെയ്തെന്നറിയാമോ? പൗലോസിനൊരു കാര്യം അറിയാം, താൻ ഇവരെ നേടിയെങ്കിൽ, ഇവര് നിത്യതയിൽ എത്തിയെങ്കിലേ തനിക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ള ആ മർമ്മം പൗലോസ് നന്നായിട്ട് മനസ്സിലാക്കിയ മനുഷ്യനാണ്. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഒരാളെ നമ്മൾ സുവിശേഷം പറഞ്ഞ് മുൻപോട്ട് കൊണ്ടുവന്നു, പുള്ളി രക്ഷിക്കപ്പെട്ടു, പുള്ളി സ്നാനപ്പെട്ടു, ഇനി നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അതിന്റെ കിരീടം മുഴുവൻ നമ്മുടെ തലയിൽ ചെല്ലും, അങ്ങ് വെച്ച് തരുമെന്ന് കരുതിയത് നമ്മൾ എന്ത് ചെയ്തത്? പിന്നെ അടുത്ത പരിപാടിയിലേക്ക് എന്ത് ചെയ്തത്? കടക്കുന്നത്. ഇരുപത് പഠിച്ച പൗലോസ് പറയുന്ന ഭാഗങ്ങളെ നിത്യത എത്താത്തിടത്തോളം കാലം നേടിയവൻ ഒരു കൂലിയും ഒരു പ്രതിഫലവും സഭയുടെ തരത്തില്ല. ഈ കൺസെപ്റ്റ് ഒക്കെ ഇന്ന് വളരെ കുറവാണ്, വളരെ കുറവാണ്. നമുക്കറിയാം, എബ്രായ ലേഖനം 13-ാം അധ്യായം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, സഭയോട് പൗലോസ് പറയുന്നൊരു വാക്കില്ലേ, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് നിങ്ങൾ വിശ്വാസികളെ, ദൈവമക്കളെ കീഴടങ്ങിയിരിപ്പീൻ. അടുത്ത പദം, നിങ്ങളെ നടത്തുന്നവർ കണക്ക് ബോധിപ്പിക്കേണ്ടിവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവര് ഞരങ്ങിക്കൊണ്ട് ആ മിനിസ്ട്രി ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും അവസരങ്ങളെ ഉണ്ടാക്കരുത്. അവർ പൂർണ്ണ സന്തോഷത്തോടെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവസരങ്ങൾ ഒരുക്കണം. കാരണം എന്താ? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവര് ഓരോ ദിവസവും ജാഗരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കൾ ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും മുട്ടിപ്പായി ഉപവസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. കാരണം അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ നിങ്ങൾ മേലെ എത്തത്തുള്ളൂ. നിങ്ങൾ മേലെ എത്തിയെങ്കിലേ പൗലോസിന് അല്ലെങ്കിൽ നടത്തിപ്പുകാർക്ക് അതുകൊണ്ട് വല്ല നേട്ടവും എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടും. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും നമ്മുടെ മിനിസ്ട്രി ഉണ്ടാകണം. അല്ല 3 കൊല്ലം അവിടെ ഇരുന്നു, നമ്മളൊക്കെ ചിന്തിക്കുന്നത് അറിയാമോ, ഒരു വഴക്കോ പ്രശ്നമോ ഇല്ലാതെ 4 കൊല്ലം 3 കൊല്ലം പോകുക എന്നുള്ളത്. നമുക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ ഇന്നടത്ത് 3 വർഷം ശുശ്രൂഷിച്ചു, ഒരു പ്രശ്നവും ആ സഭയ്ക്ക് ഉണ്ടാക്കിയില്ല, സമാധാനത്തോടെ ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി. ഒരു ഗുണവും ആ വ്യക്തിയെ കൊണ്ട് സഭയ്ക്ക് ഉണ്ടായിട്ടുമില്ല. ദോഷം വന്നില്ല, പക്ഷെ ഒരു ഗുണം എന്ത് ചെയ്തില്ല. പുള്ളി 3 കൊല്ലം, പുള്ളിക്ക് ഗുണമുണ്ടായി. 3 കൊല്ലം അവിടെ ഇരുന്ന്, 4 കൊല്ലം അവിടെ ഇരുന്ന് പുള്ളി സുഖമായിട്ട് എന്ത് ചെയ്തു? കിട്ടുന്നത് കൊണ്ട് മുട്ടയടിച്ചും മട്ടനടിച്ചും ഒക്കെ പുള്ളി ജീവിച്ചു. അത് വളരെ സങ്കടത്തോടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ മുന്നോട്ട് വരാം. അപ്പം അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ശുശ്രൂഷക വൃന്ദത്തിനകത്ത് പിശാച് കള വിതച്ച ചരിത്രമാണ് സഭയുടെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് എഫെസോസിൽ നിന്ന് വിട പറയുമ്പോൾ, നമ്മൾ കൊരിന്ത്യൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, പൗലോസ് ഒരു മുന്നറിയിപ്പ് തന്റെ ഒടുവിലത്തെ യാത്രയപ്പ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ആ സഭയ്ക്ക് നൽകുന്നത് നമ്മൾ വായിക്കുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മള് തീമത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് തീമത്തിയോസിനോട് നിർദ്ദേശം കൊടുക്കുന്നു, നീ എഫെസോസിൽ പാർക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും നിന്നോട് ആജ്ഞാപിക്കുന്നത്. കാരണം എന്തറിയാമോ? പൗലോസ് പോയി കൊടിയ ചെന്നായ്ക്കൾ ആ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കും. അവിടെ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ പൗലോസിന്റെ കാഴ്ചപ്പാടുള്ള തീമത്തിയോസിനെ പോലെ ഒരു ശുശ്രൂഷനോട് ഉണ്ടായിരിക്കണം. പക്ഷെ തീമത്തിയോസിന് 100 കൊല്ലം ശുശ്രൂഷിക്കാനായിട്ട് കഴിയത്തില്ലല്ലോ.
തീമോഥെയോസിന്റെ ശുശ്രൂഷയും കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ അവരുടെ ഇടയിൽ ഉണ്ടായി. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയില്ലേ? എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, ഒരു കുറവ് നിനക്കൊണ്ട് ആദ്യ സ്നേഹം പോയി. 2 അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു വന്നവരെയൊക്കെ നിങ്ങൾ പരീക്ഷിച്ചറിഞ്ഞു. അതൊരു പോസിറ്റീവാണ്, നല്ല കാര്യമാണ്. പൗലോസ് ഭയപ്പെട്ടത് എന്ത് ചെയ്തു? അക്ഷരാർത്ഥത്തിൽ സഭയുടെ ചരിത്രത്തിനകത്ത് സംഭവിക്കുന്നു. കാരണം പൗലോസ് വെറുതെ ഭയപ്പെട്ടതൊന്നുമല്ല, ദൈവാത്മാവ് തനിക്ക് കൊടുത്ത വെളിപ്പാടിന്റെ ആധിക്യത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ മുന്നോട്ട് വരാം. അപ്പൊ ഒന്നാമത് ശത്രു കള വിതയ്ക്കുന്ന കളം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ മധ്യത്തിലാണ്, അപ്പോസ്തലന്മാരുടെ ഇടയിൽ. ഇനി രണ്ടാമത് കളം വിതയ്ക്കുന്ന ഇടം എന്ന് പറയുന്നത് എഫെസ്യ ലേഖനത്തിലെ 2-ാമത്തെ ശുശ്രൂഷക വൃന്ദം ഏതാണ്? പ്രവാചകന്മാർ. പ്രവാചകന്മാർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെങ്കിലും കളകളാകാൻ അവരിൽ വളരെ സാധ്യത കൂടുതലാണ്. ഈ അപ്പോസ്തലന്മാരെക്കാട്ടിലും സാധ്യത കൂടുതൽ പ്രവാചകന്മാരാ കളയാകാൻ. പ്രവാചക ശുശ്രൂഷ ഗണത്തിനകത്താണ് ഏറ്റവും കൂടുതൽ കളയുള്ളത്. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ്. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തില് ഇപ്പൊ നമ്മുടെ ഭാരതത്തിൽ ഒന്ന് പഠിച്ച എത്ര അപ്പോസ്തലന്മാര് ഭാരതത്തിൽ, അപ്പോസ്തലൊന്നും അല്ല, പക്ഷെ ചിലരൊക്കെ അപ്പോസ്തലൻ എന്ന പേരെടുത്ത് എന്ത് ചെയ്യുന്നു, അപ്പോസ്തലന്മാരായിട്ട് നടക്കുക. അപ്പോസ്തോലിക മിനിസ്ട്രി ചെയ്യുന്ന എത്ര പേര് ഈ ഭാരതത്തിലുണ്ട്? പക്ഷെ പ്രവാചക മിനിസ്ട്രി ചെയ്യുന്ന എത്ര പേര് നമ്മുടെ ഭാരതത്തിലുണ്ട്? എല്ലാവരും പ്രവാചകന്മാർ ഏറിയ വന്നു. ഒരു സെന്ററിൽ 25 പാസ്റ്റർമാരുണ്ട്, അതിനകത്ത് 15 പ്രവാചകന്മാർ. കാരണം നല്ല വളക്കൂറുള്ളൊരു മണ്ണാണ് ഏത് പ്രവചനം എന്ന് പറയും. കാശുണ്ടാക്കാൻ ഇതുപോലെ പറ്റുന്ന ഒരു തലം വേറെ ഇല്ല. അതുകൊണ്ട് എല്ലാവരെയും പ്രവാചകനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് പറയാനുള്ള വാക്യമുണ്ടല്ലോ, പൗലോസ് പറയുന്ന വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പിൻ. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് വാഞ്ചിച്ച് ചോദിച്ച് മേടിച്ചാണ് പറയുന്നത്. ഒരേ തമ്പുരാന് മാത്രമേ ഇതിന് സത്യം അറിയൂ. നല്ല പ്രവാചകന്മാരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സത്യപ്രവാചകന്മാരോട് ദൈവം കൊടുത്ത ആ മിനിസ്ട്രി ചെയ്യുന്ന കർത്തദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ബഹുഭൂരിപക്ഷവും സഭയ്ക്ക് ദൈവജനത്തിന് ദോഷം വരുത്തുന്ന ആളുകളായിട്ട് മാറുന്നത് കൊണ്ട് ആണ് പലപ്പോഴും നമ്മൾ അതിനെ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഞാൻ മുന്നോട്ട് വരാം. ഇപ്പൊ പ്രവാചകന്മാർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെങ്കിലും കളകളാകാൻ അവരിൽ വളരെയധികം സാധ്യതകളാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം കള വിതയ്ക്കപ്പെട്ട കളവും ഇതുതന്നെ ആയിരിക്കാം എന്നതിൽ തർക്കമില്ല. കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കുമെന്നുള്ള ക്രിസ്തുവിന്റെ മുന്നറിയിപ്പ് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 24-ാം അധ്യായം വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം 24-ാമത്തെ അധ്യായത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ 3 ചോദ്യത്തിന് ഉത്തരം കർത്താവ് കൊടുക്കുന്നത്. പല അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് ഒലിവ് മലയ്ക്ക് അഭിമുഖമായിട്ട്, അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിന് അഭിമുഖമായി ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ, ഒലിവ് മലയിൽ ഇരുന്നു കൊണ്ട് യെരൂശലേം ദേവാലയത്തെ ശിഷ്യന്മാർ കണ്ടപ്പോൾ അസ്തമന സൂര്യന്റെ കിരണങ്ങളേറ്റ് വെട്ടിത്തിളങ്ങുന്ന യെരൂശലേം ദേവാലയത്തിന്റെ താഴെക്കുടത്തെ കണ്ടുകൊണ്ട് ആ അസ്തമന സൂര്യന്റെ പ്രകാശത്തിൽ ശോഭാപൂർണമായി നിൽക്കുന്ന യെരൂശലേം ദേവാലയത്തെ നോക്കിയിട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവെ നോക്കിക്കേ, എത്ര മനോഹരമായിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയം അതിമനോഹരമായി പണിയപ്പെട്ടിരിക്കുന്നത് എത്ര നല്ല നിർമ്മാണമാണെന്നാണ് ശിഷ്യന്മാര് പറഞ്ഞത്. അത് തെറ്റാണെന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ കർത്താവ് അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് ഇടിഞ്ഞു പോകുന്ന സമയം വരുന്നു. ഇത് ശിഷ്യന്മാരുടെ മനസ്സിൽ കിടക്കുകയാണ്. 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവര് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കർത്താവെ, 3 ചോദ്യമാണ് ചോദിക്കുന്നത്. യേശു ശിഷ്യന്മാരും സ്വകാര്യമായിട്ട് ഒരിടത്തിരിക്കുമ്പോൾ ശിഷ്യന്മാര് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, കർത്താവെ, അതെപ്പോൾ സംഭവിക്കും? 1-ാമത്തെ ചോദ്യം, അതെപ്പോഴാണ് സമയം? ഏത്? യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന നാഥ, നീ പറഞ്ഞ ആ കാര്യം എപ്പോഴാണ് സംഭവിക്കുന്നത്?
രണ്ടാമത്തെ ചോദ്യം, നിന്റെ വരവിനുള്ള അടയാളം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? ഈ 3 ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് 24-ാം അധ്യായത്തിലെ മുഴുവൻ വാക്യങ്ങളും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന് അത് സംഭവിക്കും, യെരൂശലേമിന്റെ നാശം എപ്പോൾ സംഭവിക്കുമെന്ന കാര്യത്തിനും കർത്താവ് ഉത്തരം കൊടുക്കുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് നമ്മൾ വായിച്ചാല് കർത്താവിന്റെ വരവിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചതിന്റെ ഉത്തരം കൊടുക്കുന്നതിനകത്ത് കിടക്കുന്ന ഒന്നാണ്, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവിന്റെ ഒരടയാളമാണത്. അത് 1-ാം നൂറ്റാണ്ട് മുതലേ ആ അടയാളം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ 2024-ാം ആണ്ടിൽ അതിന്റെ അടയാളം എത്രയോ ശതമാനം വർദ്ധിച്ചു പെരുകി എന്നുള്ളതിന് നമുക്കൊരു കണക്ക് നിശ്ചയിക്കാൻ സാധിക്കട്ടെ. അപ്പൊ നോക്കിക്കേ, നാം എത്ര സൂക്ഷിക്കണം, എത്ര ശ്രദ്ധിക്കണം. കർത്താവ് 24:11 പറയുമ്പോൾ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ, അത് കർത്താവല്ല പറഞ്ഞത്, യോഹന്നാൻ പറയുകയാണ്. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 4:1 യോഹന്നാന് മുന്നറിയിപ്പ് നൽകി. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും. അപ്പം യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോഴും സഭയ്ക്കകത്ത് കള്ളപ്രവാചകന്മാരുടെ സ്വാധീനം വളരെയായിട്ടുണ്ട്. യേശു മുന്നറിയിപ്പ് പറഞ്ഞു, തന്റെ വരവിന്റെ അടയാളമായിട്ട് കർത്താവ് പറഞ്ഞത് അതാണ്, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കും അതിനകത്തൂടെ. അപ്പൊ നോക്കിക്കേ, ഈ പ്രവാചക വൃന്ദത്തെ അതിനകത്ത് കള വിതച്ച് കള്ളപ്രവാചകന്മാരാക്കി മാറ്റുന്നതിന്റെ ഉദ്ദേശം എന്താ? യേശു പറഞ്ഞ വാക്ക് ചേർത്ത് വെച്ച് നോക്കിക്കേ, വിശുദ്ധന്മാരെ തെറ്റിച്ചു കളയുക എന്നതാ ലക്ഷ്യം. ഭക്തിയോടെ ജീവിക്കുന്ന, നിർമ്മലതയോടെ ജീവിക്കുന്ന ദൈവമക്കളെ എന്ത് ചെയ്യുക? തെറ്റിച്ചു കളയുക. വ്യഭിചാരം കഴിച്ച് പാപം ചെയ്യിക്കുക എന്നുള്ളതല്ല അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുക? തെറ്റിച്ചു കളയുക, വഴിതെറ്റിക്കുക. അവരെന്തിനെ ലക്ഷ്യമാക്കിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്യുക? വ്യതിചലിപ്പിക്കുക. അതിന് ഏറ്റവും നല്ലൊരു തലമാണ് എന്ത്? പ്രവചനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയാത്ത കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. ആകാശം പലതിന്റെയും അടിത്തറ ഇളക്കും. തെറ്റിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ മുന്നോട്ട് വരാം. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലനും 1 യോഹന്നാൻ 4:1 മുന്നറിയിപ്പായിട്ട് പറഞ്ഞ യാഥാർത്ഥ്യം, ഈ കളത്തിനകത്ത് പിശാചു വിതച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന്. അതുപോലെ തന്നെ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഒരു ചാപ്റ്റർ പത്രോസ് മാറ്റി വയ്ക്കുക അതിനു വേണ്ടി. 1-ാമത്തെ വാക്യം തന്നെ ആരംഭിക്കുന്നത് നമുക്കറിയാം, കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു പത്രോസ് പറയുക. 2 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം, കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇത് പത്രോസ് എഴുതുന്ന കാലഘട്ടത്തിലും എന്താണ്? കള്ളപ്രവാചകന്മാര് പ്രാരംഭ നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്കകത്ത് ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ നാം എന്ത് ചെയ്യണമെന്നാ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ കർത്താവ് പറയും, ഇത് എന്താണ്? കളയാണ്. കർത്താവിന്റെ ശരീരമായ സഭയെ ആത്മീകതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് ഈ കളകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ശുശ്രൂഷക വൃന്ദത്തെ എന്തിനാ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം വായിച്ചു. ആ വായിക്കുന്ന വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, പൗലോസ് അവരെഴുതുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം. കേട്ടോ, അപ്പൊ ഇതെല്ലാം എന്താണ്? ചതിയാണ്. അങ്ങനെ ഇനി നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും, അപ്പൊ ഈ കള്ളാപ്പോസ്തലന്മാരാണെങ്കിലും കള്ളപ്രവാചകന്മാരാണെങ്കിലും അവരുടെ മിനിസ്ട്രി, അവരുടെ ശുശ്രൂഷ, ഈ കള എന്ന് പറയുന്നത് ചതിക്കുകയാണ്. യഥാർത്ഥമായി ജീവിക്കുന്ന വിശ്വാസിയെ ചതിക്കുക, വഞ്ചിക്കുക, അതാണ് ഈ കള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ കളയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവ്
ഉപമയിലൂടെ സൂചിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യം എത്ര ഗൗരവതരമായ കാര്യം. നമ്മളതിനെയൊക്കെ പലപ്പോഴും നിസ്സാരമായിട്ടാണ് കാണുന്നത്. എത്ര ഗൗരവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യം. കണ്ടോ, തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോരോ കാറ്റ്. ഇവരെല്ലാം ഉപദേശത്തിന്റെ ഓരോരോ കാറ്റെന്ന പോലെ ശ്രദ്ധിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരും ഉപദേശമാണ് പറയും, അപ്പോസ്തലന്മാരും ഉപദേശങ്ങളെ പറയും. ഉപദേശങ്ങൾക്കകത്ത് നമ്മൾ മനസ്സിലാക്കണം എന്ത് കിടക്കുന്ന അറിയാമോ? ഈ വിത്തിന്റെ വിഷമുള്ള വിത്ത് കിടക്കുക. പ്രവാചകൻ തരുന്ന ഉപദേശത്തിനകത്തും വിഷമുള്ള വിത്ത് കിടക്കുകയാണ്. ശത്രുവിന്റെ ലക്ഷ്യം എന്താണ്? ഈ നല്ല ഗോതമ്പിനകത്ത് വിഷമുള്ള കള വിതച്ച് നല്ല ഗോതമ്പിനെ ഇല്ലാതാക്കുക. വിഷം അതിനകത്തേക്ക് എന്ത് ചെയ്യുക? നൽകി കൊടുക്കുക, അപകടം ഉണ്ടാക്കുക, അനർത്ഥം ഉണ്ടാക്കുക. എല്ലാം ഈ കളത്തിനകത്ത് വിതച്ച് പിശാച് മാറിയിരുന്ന് അവന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറെയൊക്കെ അറിവുള്ള കാര്യമാണെങ്കിലും പ്രായോഗികമായി കർത്താവ് പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. പൗലോസ് പറയുന്നതിൽ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. 1 യോഹന്നാൻ 4:1 നമ്മൾ വായിക്കുമ്പോൾ, മത്തായി 7:15 നമ്മൾ വായിക്കുമ്പോൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളാനാണ് യേശു പറയാം. ബി കെയർഫുൾ, സൂക്ഷിച്ചു കൊള്ളണം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മനുഷ്യന്റെ ആദ്യത്തെ ചുമതല തോട്ടം എന്ത് ചെയ്യാം? സൂക്ഷിക്കുക, അല്ലേ? വേല ചെയ്യുന്നതിനെക്കാട്ടിലും പ്രധാനം എന്താണ്? തോട്ടം സൂക്ഷിക്കുക. അവിടെ മനുഷ്യൻ പരാജിതനായി പോയി. ഈ തോട്ടം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഒറ്റവാക്കിൽ അറിയാം. തോട്ടത്തിനകത്ത് ശത്രു കയറാൻ അനുവദിക്കരുത്. അതാണ് സൂക്ഷിക്കേണ്ടത്. ശത്രു അതിനകത്ത് കയറാൻ അനുവദിക്കല്, ഇടം നീ കൊടുക്കരുത്. നമുക്കറിയാം, പിശാച് അതിനകത്ത് കയറി. അപ്പം സൂക്ഷിക്കുക, പരിപാലിക്കുക എന്നുള്ള ആ ദൗത്യത്തിൽ ആദം പരാജിതനായിപ്പോയി. അതോടുകൂടെ പാപം തോട്ടത്തിനകത്തും പ്രവേശിച്ചു, മാനവകുലത്തിനകത്തും പ്രവേശിച്ചു, മാനവ ജാതിക്കകത്തും പ്രവേശിച്ചു. ഒരു ദൈവദാസന്റെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുക, മേയ്ക്കുക, പരിപാലിക്കുക, സംരക്ഷിക്കുക, നടത്തുക. ഇവിടെ തോൽവി നമുക്ക് പറ്റിയാൽ സംഭവിക്കുന്ന പരാജയം ആടുകൾക്കാണ്, സഭയ്ക്കാണ്. ചെറിയ ഉത്തരവാദിത്വമല്ല കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ 150-200 അംഗങ്ങളുള്ള സഭയുടെ ശുശ്രൂഷകനല്ലായിരിക്കാം. 2 കൈയിലെ വിരലെണ്ണിയാൽ അവസാനിക്കുന്ന വിശ്വാസികളോ കുടുംബങ്ങളോ ഒരുപക്ഷെ നമുക്ക് കാണത്തുള്ളായിരിക്കാം. പക്ഷെ ഓർക്കണം, അതിനകത്തുള്ള ഒരാത്മാവിന്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാട്ടിലും വിലയേറിയത്, ഒരു ലോകത്തെക്കാട്ടിലും വാല്യൂ ഉള്ളതാണ് അതിനകത്തുള്ള ഒരു ആത്മാവിന്റെ വില. ആ 2 കൈയിലെ വിരലെണ്ണിയാൽ തീരുന്ന അവസാനിക്കുന്ന ആത്മാക്കളെ നമ്മുടെ ശുശ്രൂഷയ്ക്കകത്തുള്ളെങ്കിലും ആ മുഴുവൻ ആത്മാവിന്റെ ഉത്തരവാദിത്വം ആ സഭയെ ഭരിക്കുന്ന നടത്തുന്ന ശുശ്രൂഷകന്റെ പക്കൽ. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ, സൂക്ഷിക്കേണ്ടത് നാം സൂക്ഷിക്കാതിരുന്നാൽ, മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിച്ചു പോയാൽ, ഓർക്കണം, മനസ്സിലാക്കണം, തോട്ടത്തിനകത്ത് പിശാച് കയറിയാൽ പരാജയം ഉറപ്പാണ്. അവൻ പാപം ചെയ്യിക്കും. കള വിതയ്ക്കപ്പെട്ടാൽ ആ കള വളരും. അത് നല്ല വിത്തിനെ മൂടോടെ പറിക്കുന്നതാണ്. ഗൗരവം നമ്മൾ ഒരിക്കലും മറന്നു പോകൽ. ഇതിനൊക്കെ ഗൗരവം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോലെ. അപ്പൊ കർത്താവ് പറയുകയാണ് മത്തായി 7:15 കള്ളപ്രവാചകന്മാരെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോളണം. ബി കെയർഫുൾ, സൂക്ഷിക്കുക. അപകട മുന്നറിയിപ്പാണ്, അപായ മുന്നറിയിപ്പാണ്. പല റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് അപകട സൂചന കാണാം, മുന്നറിയിപ്പ് കാണാം. കാരണം മുന്നിലൊരു കുഴിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹമ്പുണ്ടെങ്കിൽ ഇത്ര മീറ്ററിന് മുന്നേ വെച്ച് തന്നെ അതിന്റെ മുന്നറിയിപ്പുണ്ട്. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ഹമ്പ് ചാടിയാൽ അപകടം ഉറപ്പാണ്. ഒരു വളവുണ്ടെങ്കിൽ അത് റോഡിൽ നമുക്ക് മുന്നറിയിപ്പുണ്ട്.
ഒരു ചുരമുണ്ടെങ്കിൽ മുന്നറിയിപ്പുണ്ട് ഇല്ലേ? മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. കർത്താവ് പറയാ സൂക്ഷിച്ചോളണം. യോഹന്നാൻ 1 യോഹന്നാൻ 4:1 യോഹന്നാൻ പറയുന്നത് എന്താണ്? പരിശോധിക്കുവിനെന്ന്. ഞാൻ ആ വാക്യം ഒന്ന് വേണമെങ്കിൽ വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. കേട്ടോ, ശോധന ചെയ്യുവിൻ, പരിശോധിക്കൂ. ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ ഉത്തരവാദിത്വം പരിശോധിക്കണം. ഇതിനെയൊന്നും നമുക്ക് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ പറ്റത്തില്ല. സ്കാനിങ് മെഷീൻ ഒന്നും കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. എയർപോർട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കറിയാം, സ്കാൻ ചെയ്യും അല്ലേ? സ്കാനറിനകത്തോടൊന്നും കടത്തി പരിശോധിക്കാൻ പറ്റത്തില്ല. പക്ഷേ പരിശോധിക്കാനായിട്ട് നമ്മളിൽ ഒന്നിനെ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒന്ന്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന മറ്റൊന്ന്, ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്ന മറ്റൊന്ന്, ദൈവത്തിന്റെ കൃപാവരങ്ങൾ എന്ന് പറയുന്ന മറ്റൊന്ന്. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇതിനെ പരിശോധിക്കാനായിട്ട്. ഇനി ഞാൻ അത് പറയുമ്പോൾ ഒന്ന് പറഞ്ഞ്, ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞു, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഈ കള്ളപ്രവാചകന്മാരെ പരിശോധിക്കാനുള്ള മാർഗം എന്താണ്? പരിശോധിക്കുമെന്ന് പറയുമ്പോൾ വെറുതെ ഒരു വാചകം പറഞ്ഞാൽ പോരല്ലോ, അതിനൊരു മാർഗം വേണം. ഇപ്പൊ നമുക്കറിയാം, പല ലാബിന്റെ മുൻപിലും രക്തം, കഫം, മലം, മൂത്രം ഒക്കെ പരിശോധിക്കുന്ന എഴുതിയിട്ടുണ്ട് അല്ലെ? പരിശോധിക്കുന്ന എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് പരിശോധിക്കാനുള്ള മെഷീനറി ഉണ്ട്, ഇക്വിപ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഒരു പെട്ടിക്കടയുടെ മുൻപിൽ അത് പരിശോധിക്കുന്ന എഴുതി വെക്കാറുണ്ടോ? ഇല്ല. കാരണം അത് അവിടെയല്ല, ലാബിൽ മാത്രമേ. കാരണം അവിടെ അതിനുള്ള സജ്ജീകരണം, സംവിധാനമുള്ളൂ. ഇപ്പൊ എന്നോടും നിങ്ങളോടും പരിശോധിക്കണമെന്ന് പറയുന്നെങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പരിശോധിക്കാൻ പറയും. എന്താണ് കള്ളപ്രവാചകന്മാരെ പരിശോധിക്കാനുള്ള മാർഗം? ഒന്നാമത്തെ മാർഗം യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 2-3 വാക്യം നോക്കിക്കേ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ആത്മാവൊക്കെയും യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാക്കളൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പം യേശുക്രിസ്തുവിലൂടെയാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളിലാണ് പരിശോധനയുടെ ഒന്നാമത്തെ തലം കിടക്കുക. ഇത് യോഹന്നാൻ എഴുതുമ്പോൾ നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലേഖനങ്ങളുടെയൊക്കെ ചരിത്രം പഠിക്കാറുണ്ടല്ലോ. ലേഖനങ്ങളുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന ഒരു വിഭാഗം ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ ആ കാലത്തെ എക്സ്പീരിയൻസിനകത്തൂടെ യോഹന്നാൻ പറയുകയാണ്, യേശുക്രിസ്തുവിനെ ജഡത്തിൽ സ്വീകരിക്കാത്ത ആത്മാക്കളൊക്കെ ദൈവത്തിൽ നിന്നുള്ളതല്ല, അതെല്ലാം പൈശാചികമാണ്. അപ്പൊ ആ കാലത്ത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ എന്ത് ചെയ്യുന്നു? പാടെ നിഷേധിക്കുന്ന വിശ്വാസങ്ങളും വിശ്വാസ സംഹിതകളും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഒരു കള്ളപ്രവാചകന്മാരും ക്രിസ്തുവിന്റെ ദൈവത്വത്തെയോ മനുഷ്യത്വത്തെയോ നിഷേധിക്കത്തില്ല. പക്ഷെ യേശു പഠിപ്പിച്ച സത്യവചനത്തെ പല നിലയിലും നിഷേധിച്ചും അതിനെ കോട്ടിമാട്ടിയും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചുമാണ് ഇന്ന് പല കള്ളപ്രവാചകന്മാരും സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ പോലും അതേപോലെ പഠിപ്പിക്കാതെ അവരുടെ രീതിക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ ലാഭത്തിനും ഒക്കെ അനുസരിച്ച് വചനത്തിൽ പലതും കൂട്ടിയും വചനത്തിൽ നിന്ന് കുറച്ചുമൊക്കെ ദൈവവചനം സംസാരിക്കുന്നെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാർഗമാണ്. അല്ലാതെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കത്തൊന്നുമില്ല, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കത്തില്ല, യേശുവിന് വിരോധമായിട്ട് ഒരു സംസാരിക്കത്തില്ല. പക്ഷേ കർത്താവ് പഠിപ്പിച്ച പല കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇവർ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് സുവിശേഷങ്ങളിൽ, അതിനകത്തേ ഉള്ളൂ പിശാചിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യം, അതിനകത്തേ ഉള്ളൂ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇതാണ് ഇവരുടെ പ്രധാന പ്രസംഗ വിഷയം. ഒന്നീ പിശാച് അല്ലെ അത്ഭുതം അടയാളം. അത് കർത്താവ് പറഞ്ഞ
കർത്താവ് പ്രസംഗിച്ച അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ട് പറയുന്നെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞോണം. യഥാർത്ഥ ശുശ്രൂഷകനല്ല. അവനിൽ വ്യാപരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവല്ല, യഥാർത്ഥ പരിശുദ്ധാത്മാവല്ല അവനിൽ വ്യാപരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ മാർഗം. നമ്മൾ ഇങ്ങനെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ 4% നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഇതൊന്നും ശ്രമിക്കത്തില്ല. 2, അത് ഞാൻ അതോടെ പറഞ്ഞ അവസാനിപ്പിക്കുന്ന നിർത്തേണ്ട സമയമായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 1 യോഹന്നാൻ 4:5 വന്നേ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ഇതെല്ലാം കള്ളപ്രവാചകനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പറയുന്നത് ഒറ്റ സബ്ജക്റ്റാ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. അപ്പൊ ഒരു പ്രവാചകൻ ഏറ്റവും കൂടുതൽ ലൗകികമായത് സംസാരിക്കുന്നു, ആത്മീകമായത് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കണം. ഈ ലൗകികം എന്ന് പറഞ്ഞാൽ എന്താ? സെക്സിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചാണോ ആ വ്യക്തി ഏറ്റവും അധികം സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാല് പ്രവചനം പോലും ലോകത്തിൽ കൂടുതൽ കാര്യമല്ലേ പറഞ്ഞു തരുന്നത്. ഈ രാജ്യത്ത് നിന്ന് മഞ്ഞു പെയ്യുന്ന മറ്റൊരു രാജ്യത്തേക്ക്, കാരണം എന്തിനാ? അവിടെ പോയി ആത്മീകമായിട്ട് അഭിവൃദ്ധിപ്പെടാനാണ് ഈ പറയുന്നത്. അല്ല, ലൗകികമായ കാര്യം. ഈ ലോകത്തിന്റെ സംവിധാനങ്ങളുടെ വർധനവും പുരോഗതിയുമാണ് നമ്മെ ഓർപ്പിക്കുന്ന ഉപദേശം, പറയുന്ന ദൂതും അതാ. ഉണ്ടോ? ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യത വളരെ കുറവാണ്. അവരുടെ പ്രസംഗം എന്ന് പറയുന്നത്, അവരെടുക്കുന്ന വാക്യം എന്ന് പറയുന്നത് മുഴുവൻ ഭൗതികതയോട് കണക്റ്റഡാണ്. സാധു പാസ്റ്ററുടെ കൺസെപ്റ്റിൽ പറഞ്ഞാല് ഇച്ചിര ദ്രവ്യാഗ്രഹമുള്ളവനെ വലിയ ദ്രവ്യാഗ്രഹിയാക്കി എന്ത് ചെയ്യാൻ മാറ്റുക. ഇച്ചിര ദ്രവ്യാഗ്രഹമുള്ള അത് പാരെ എടുത്തു കളയാനല്ല ശ്രമം, മറിച്ച് അവനെ കൂടുതൽ ആരാക്കണം, ദ്രവ്യാഗ്രഹിയാക്കി മാറ്റണം. ഇതൊന്നും യഥാർത്ഥ ആത്മാവിലുള്ള ശുശ്രൂഷ അല്ല. നമ്മൾ ഒരാളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ ലോകത്തിലേക്കാണോ അടുപ്പിക്കുന്നത്, അതോ ആത്മീയത പറഞ്ഞ് ദൈവത്തിങ്കിലേക്കാണോ ഒരു ശുശ്രൂഷകൻ അടുപ്പിക്കുന്നത് എന്നുള്ളത് വളരെയധികം പരിശോധിക്കേണ്ടിയിരിക്കും. ഇന്ന് നമ്മൾ TV-യിലാണെങ്കിലും ഏത് മാധ്യമത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെ പ്രസംഗം ശ്രദ്ധിച്ച് ഭൗതികമായ ഉയർച്ച കിട്ടുന്ന കാര്യമല്ലാതെ ഒരാളുടെ പ്രസംഗത്തിനകത്തില്ല, വിഷയങ്ങൾക്കകത്തില്ല, സംസാരങ്ങൾക്കകത്തില്ല. നിത്യതയെ കുറിച്ച് എത്ര പേര് പറയുന്നു? ആത്മീയതയെ കുറിച്ച് എത്ര പേര് പറയുന്നു? വിശുദ്ധിയെ കുറിച്ച് എത്ര പേര് പറയുന്നു? വേർപാടിനെ കുറിച്ച് എത്ര പേര് പറയുന്നു? ഉപദേശം ഇന്ന് എത്ര പേര് പ്രസംഗിക്കുന്നു? എല്ലാവർക്കും ഭൗതികതയാണ്, ലോകത്തിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുകയാണ്. അപ്പൊ യോഹന്നാൻ പറയുന്ന അടയാളം നോക്കിക്കേ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. കേട്ടോ, കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യം. വിശ്വാസി മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് കർത്തദാസന്മാരാണ്. ഇനി ഒരു 5 കാര്യം കൂടെ ഉണ്ട്. ഞാനത് അടുത്ത ആഴ്ച എന്തെങ്കിലും അനുവദിച്ചാൽ പറയാം. ഇപ്പൊ തന്നെ 5 മിനിറ്റ് വൈകി. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കുന്നില്ല. കർത്താവ് നമ്മെ സഹായിക്കരുത്. രാത്രി നാം ചിന്തിച്ച ഈ തിരുവചനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. നാം ചിന്തിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്, പിശാച് കള വിതയ്ക്കുന്ന കളങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ. കർത്താവ് നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നത്തെ ക്ലാസ് സ്വരൂപാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നമ്മൾ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം, സ്തോത്രം ചെയ്യാം. അത് കള്ളപ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ കള വിധിച്ചു പോകുന്ന അനുഭവങ്ങൾ 4 നൂറ്റാണ്ട് തന്നെ ആരംഭിച്ചതാണല്ലോ. അത് ഈ നാളുകൾ വർദ്ധിച്ചു വരുന്നു. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ചെറിയ കൂട്ടമാണെങ്കിലും വലിയ ദൗത്യമാണ്. അത് വിശ്വസത്തോടെ
കൊണ്ടുപോകാൻ കർത്താനാത്മാവ് ഈ നാളെ നമ്മളെ സഹായിക്കട്ടെ. കർത്താസനെ കുടുംബത്തെയും കർത്താവിൻ്റെ സൃഷ്ടികളുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പറയപ്പെട്ട വിഷയങ്ങളെ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്ത് ചിലരൊക്കെ ലെഫ്റ്റായി പോയിട്ടുണ്ടെങ്കിലും ജോയിൻ ചെയ്ത് കടന്നുപോയ എല്ലാവരെയും ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഒരുപോലെ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും അവരുടെ കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. ഷിജു പാസ്റ്റർ പ്രാർത്ഥിച്ച് രാജൻ പാസ്റ്റർ ആശീർവാദം പറയണേ. ഷിജു പാസ്റ്റർ ഉണ്ടോ? പരിശുദ്ധനീതിമാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ ചുരുകയാണ് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ വചനം കർത്താവെ കൃത്യമായി കർത്താവെ സംസാരിച്ച് ഞങ്ങളുടെ ദാസന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കഴിഞ്ഞ നാളുകളിൽ കർത്താവെ സ്തോത്രം വചനം പഠിപ്പിക്കുവാൻ, കർത്താവെ സ്തോത്രം വചനം പറഞ്ഞു തരുവാൻ ഞങ്ങളുടെ ദാസന്റെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കർത്താവെ സ്തോത്രം കേൾക്കുന്ന വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വലിയ വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ കർത്താവെ സ്തോത്രം അത് ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രങ്ങളുടെ പ്രവാചകന്മാരും കർത്താവെ സ്തോത്രങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരും ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കർത്താവെ സത്യവചനത്തെ കർത്താവെ യഥാർത്ഥമായി കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവിന്റെ രാത്രികാലം കർത്താവെ ഞങ്ങളുടെ ദാസനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിശക്തമായി ഞങ്ങളോട് ഇടപെട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. പ്രിയ വിസാറിന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകരെ ദൈവം അനുഗ്രഹിക്കണം, കുടുംബത്തെ ദൈവം മാനിക്കണമേ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്നങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് കർത്താവെ ലീഡ് ചെയ്ത് അങ്ങയുടെ ദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ സ്തോത്രം. കുടുംബത്തെ ദൈവം മാനിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ എല്ലാവരെയും മറയ്ക്കണം. പിന്നെ ഞങ്ങൾ കൂടിക്കാണുവരെ അങ്ങയുടെ തിരിച്ചറിവ് ഞങ്ങൾ എല്ലാവരെയും മറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ലോകമുള്ള സകല വിശുദ്ധന്മാരോടുകൂടിയും പ്രത്യേകമായി ബ്ലസ്മേഡിയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വചനം സംസാരിച്ച ദൈവദാസനോടും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരട്ടെ. ആമേൻ. അതെ, വചനം പഠിപ്പിച്ച BS തോമസ് പാസ്റ്റർ നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ച സഹകരിച്ച എല്ലാ ദേവദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു. ബ്ലസ് മീഡിയ പ്രവർത്തനം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കാണുവോളം കർത്താവ് നമ്മൾ ഉള്ളങ്കയിൽ വഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.